Good morning all. We have one dimensional potential box in the problem completely solved. We have wave function obtained, expectation values undo, otherwise the problems cheydu. Alle. Ini namukku idinathu padikkanulla oru important topic aanu finite potential well. നമ്മൾ നേരത്തെ പഠിച്ചത് infinite potential well ആയിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡിലും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ അല്ലെങ്കിൽ നല്ല ആഴത്തിൽ എന്ന് പറയാം അതൊരു ബോക്സ് ആണല്ലോ അപ്പൊ അതിന്റെ വാൾസ് ഭയങ്കര ഇൻഫിനിറ്റ്ലി ഹൈ ആയിരുന്നു അപ്പൊ ഒരിക്കലും ആ പാർട്ടിക്കിൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അല്ലേ അതുപോലെ ആ പാർട്ടിക്കിളിനകത്ത് ആ ബോക്സിനകത്ത് അതിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ഓക്കെ അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ നേരത്തെ ഒരു ബോക്സ് അല്ലെ ഈ രീതിയിൽ ഒരു ബോക്സ് അല്ലെ എന്നിട്ട് ഇതിന്റെ ഇവിടെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി എന്നല്ലേ പറഞ്ഞത് ഇനി അങ്ങനെയല്ല ഇവിടെ ഫൈനൈറ്റ് ആണ് ഹൈറ്റ് അല്ലെ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ് വി ആണ് ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ് ഇതിനകത്ത് വീണ്ടും ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇവിടെ അകത്ത് പൊട്ടൻഷ്യൽ സീറോ ആണ് ഇനി ഇതാണ് പാർട്ടിക്കിൾ ഇതിന്റെ എനർജി ഇ ആണ് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി ഓക്കെ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി ഓക്കെ നേരത്തെ പോലെ തന്നെ ഇതിന്റെ ലെങ്ത് 0 to L ആണ് വ്യക്തമാണല്ലോ ക്ലിയർ ആണല്ലോ ഈ പാർട്ടിക്കിൾ ഉണ്ട് ഈ ബോക്സിനകത്ത് പൊട്ടൻഷ്യൽ 0 ആണ് ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ് ഇവിടെയും പൊട്ടൻഷ്യൽ വി ആണ് ഇതൊരു ചുമരാണെന്ന് എഴുതിയാൽ മതി ഓക്കെ വൺ ഡയമെൻഷണൽ ഇനി ഈ ബോക്സിന്റെ ലെങ്ത് 0 to L തന്നെയാണ് വേരി ചെയ്യുന്നത് ഇതിനകത്തൊരു പാർട്ടിക്കിൾ ഉണ്ട് ആ പാർട്ടിക്കിളിന്റെ എനർജി ഇ ഉണ്ടല്ലോ അത് വിന്റെ അത്ര വരുന്നില്ല ഇ ലെസ് ദാൻ വി ആണ് ഈ ലെസ് ദാൻ വി ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിളിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത ഇല്ല മനസ്സിലായോ അത്തരത്തിലുള്ള ഒരു കേസിനാണ് നമ്മൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് 3 റീജിയൻ ഉണ്ട് അല്ലെ ഇത് ഫസ്റ്റ് റീജിയൻ ഇത് സെക്കൻഡ് റീജിയൻ തേർഡ് റീജിയൻ അല്ലെ ഇതും ശരിക്കും എന്താ പറയുക വാൾസ് എന്ന് പറയാം ചുമരുകൾ എന്ന് പറയാം അതിന്റെ രണ്ടിന്റെയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആവും ഓക്കെ അതുപോലെ ഇത് വേറെ ഇതൊരു എം ടി സ്പേസ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന് വേറെ ആവും ഇനി ഈ റീജിയനിൽ ഇതിന്റെ വേവ് ഫംഗ്ഷൻ ψ1 ആണ് എഴുതുക ഇതിനകത്തിന്റെ വേവ് ഫംഗ്ഷൻ ψ2 ആണ് എഴുതുക ഇതിനകത്ത് വേവ് ഫംഗ്ഷൻ ψ3 ആണ് എഴുതുക ഓക്കെ ഇനി നമ്മൾ ഇത്തരം ഒരു പാർട്ടിക്കിളിന്റെ കേസിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാം ഓക്കെ നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മൾ ഇത്തരത്തിലൊരു ബോക്സിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ചുമര് തുളച്ചു പോകാൻ കഴിയില്ല അല്ലെ ചുമരിന്റെ അപ്പുറത്ത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെ നമ്മളൊരു റൂമിനകത്ത് അകപ്പെട്ടു എന്നിരുന്നു ആ റൂമിന്റെ എല്ലാ സൈഡിൽ നിന്നും ലോക്ക് ചെയ്താൽ നമ്മൾ പുറത്തേക്ക് കടക്കുക എന്നുള്ളത് അസാധ്യമാണ് അല്ലെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് കയറി പറ്റാൻ പറ്റാത്തൊരു ഉയരുള്ള ചുമരുകളാണ് എഴുതുക അല്ലെ അപ്പൊ ആ ചുമര് ചാടി കിടക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനത്തെ റൂഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു വെല്ലിനകത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞു അപ്പൊ നമ്മൾ ആ ചുമര് തുളച്ചു പോകാനുള്ള സാധ്യത ഇല്ല അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് ഇനി ക്വാണ്ടം മെക്കാനിക്കലി അത് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതണം കേട്ടോ അതിനകത്ത് ടെക്സ്റ്റ് റെഫർ ചെയ്യാം ഇനി നമുക്ക് ഓരോ റീജിയനിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്താ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ d² ψ by dx square plus 2m/h² into e minus v psi equal to 0 എന്നല്ലേ അല്ലേ ഇനി ഓരോ റീജിയൻ അപ്ലൈ ചെയ്യാം ആദ്യം റീജിയൻ 1 നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം സെയിം ഇക്വേഷൻ റീജിയൻ 1 വേവ് ഫംഗ്ഷൻ എന്താണ് ψ1 ആണ് പൊട്ടൻഷ്യൽ എന്താണ് v ആണ് പൊട്ടൻഷ്യൽ 0 അല്ല അല്ലേ അതുകൊണ്ട് d² ψ1 അല്ലേ റീജിയൻ വേവ് ഫംഗ്ഷൻ dx² plus 2m/h² into e minus v psi equal to 0 ψ1 അല്ലേ ഈ റീജിയനിൽ വേവ് ഫംഗ്ഷൻ ψ1 ആണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് ഇ മൈനസ് വി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ ഇ ലെസ് ദാൻ വി ആണ് റീജിയൻ 1 ഈ പാർട്ടിക്കിളിന്റെ എനർജി ഈസ് ലെസ് ദാൻ ദിസ് പൊട്ടൻഷ്യൽ അതുകൊണ്ട് ഇ മൈനസ് വി എന്താവും നെഗറ്റീവ് ആവും അല്ലെ
ഇ മൈനസ് വി ഈസ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഇ മൈനസ് വി ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാം അല്ലെ. ഇ മൈനസ് വി ലെസ് ദാൻ 0 എന്ന് പറയാം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് പോസിറ്റീവ് ആക്കിയിട്ടേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചെറിയൊരു റീഅറേഞ്ച്മെന്റ് വരുത്താം. എന്താണ് റീഅറേഞ്ച്മെന്റ്? ഡി സ്ക്വയർ സൈ 1 ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ സൈ 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഇക്വേഷൻ സെയിം അല്ലേ. പക്ഷെ എന്തുണ്ടായി? 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ എന്ന് പറഞ്ഞ ഈ ടേം എന്തായി? അത് പോസിറ്റീവ് ആവുകയും ചെയ്തു അല്ലേ. അപ്പൊ നമ്മുടെ ഉദ്ദേശം നടന്നു അല്ലേ. ഇനി പ്രൊസീഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്താ ചെയ്യാ? ഈ ക്വാണ്ടിറ്റിക്ക് വരെ നമ്മൾ കെ സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഡി ബൈ ഡി എക്സിന് വരെ നമ്മൾ ക്യാപിറ്റൽ ഡി ഇട്ട് കൊടുക്കുക. അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ക്യാപിറ്റൽ ഡി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പഠിച്ചൊരു മെത്തേഡ് എന്നുള്ളവർക്ക് ഡി ബൈ ഡി എക്സിന് വരെ ക്യാപിറ്റൽ ഡി ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? ഡി സ്ക്വയർ എന്നല്ലേ വരിക അല്ലെ. ഡി ബൈ ഡി എക്സ് വരെ ഡി എടുത്താൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എന്ന് വരും. ഡി സ്ക്വയർ സൈ 1 മൈനസ് അതിന്റെ അടുത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ മറന്നു ഇല്ലേ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ്? പുട്ട് k1 സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ. 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ വരെ നമ്മൾ k1 സ്ക്വയർ കൊടുത്തു. നമ്മൾ വൺ ഡയമെൻഷണൽ ബോക്സിൽ k സ്ക്വയർ ഈക്വൽ ടു 2m ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ വി മൈനസ് ഇ ഉണ്ട്, ഒരു അഡീഷണൽ ടേം ഉണ്ട് കേട്ടോ. ഇനി അപ്പൊ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ? ഡി സ്ക്വയർ സൈ 1 മൈനസ് k1 സ്ക്വയർ സൈ 1 ഈക്വൽ ടു 0 എന്നല്ലിട്ട അല്ലെ. ഡി സ്ക്വയർ സൈ 1 മൈനസ് ഇതിന് വരെ k1 സ്ക്വയർ ഇൻറ്റു സൈ 1 ഈക്വൽ ടു 0 എന്ന്. ഇനി നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ തന്നെ ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഇൻറ്റു സൈ 1 ഈക്വൽ ടു 0. സൈ 1 ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയില്ല, അവിടെ പാർട്ടിക്കിൾ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഷുവർ ആണെന്ത് ഈ ഇക്വേഷന്റെ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു k1 സ്ക്വയർ ആണ്. അപ്പം ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് k1 ആണ്. നിങ്ങൾ വൺ ഡയമെൻഷണൽ ബോക്സ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. അവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് i k1 എന്ന് കിട്ടി, ഇമാജിനറി കിട്ടി. ഇവിടെ ഇപ്പൊ ശരിക്കും എന്താണ്? റിയൽ റൂട്ട്സ് ആണ് അല്ലെ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇത് ഇങ്ങനത്തെ ഈ രീതിയിലുള്ള സൊല്യൂഷൻ നമുക്ക് റിയൽ റൂട്ട്സ് ആയി കിട്ടി അല്ലെ. പ്ലസ് ഓർ മൈനസ് k1 അല്ലെ, പ്ലസ് ഓർ മൈനസ് i ഇല്ല, ഇമാജിനറി അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ്? സൈ 1 ഈക്വൽ ടു എന്താ പറയാ? സം c e raised to plus k1x plus d e raised to minus k1x. ഇതാണ് ജനറൽ ഫോർമുല. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വന്നാലുള്ള സൊല്യൂഷൻ എന്താന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താ വരിക? സി ഇ റൈസ് ടു ഒന്നാമത്തെ സൊല്യൂഷൻ k1 ഇൻറ്റു എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു രണ്ടാമത്തെ സൊല്യൂഷൻ മൈനസ് k1 എക്സ് എന്ന് വരും അല്ലെ. ഇതാണ് സൈ 1. തീർന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സൈ 1 എന്ന് പറഞ്ഞത് ഒരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആക്കണം അല്ലെ. ഒരു വേവ് ഫംഗ്ഷൻ ഷുഡ് ബി വാലിഡ്, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂ. ഡെറിവേറ്റീവ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ദ വേവ് ഫംഗ്ഷൻ ഷുഡ് ടെൻസ് ടു 0 എന്നുള്ളൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈ പാർട്ടിക്കിൾ ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വേരിയേഷൻ 0 ടു മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇത് എവിടുന്ന എക്സ് വരുന്നത്? മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെ 0യിലേക്കാ വരുന്നത് അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ ഇങ്ങനെ തുളച്ചെങ്ങാനും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടാ? ഇൻഫിനിറ്റിയിലേക്ക്, ഇങ്ങനത്തെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെ. അതുകൊണ്ടാണ് വേവ് ഫംഗ്ഷൻ വാലിഡ് ആണോ എന്ന് നോക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുക, ആസ് വേവ് ഫംഗ്ഷന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം അല്ലെ. എന്ന് നോക്കാം, ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സി ഇ റൈസ് ടു k1x എന്ന് പറഞ്ഞ ടേം എന്താവും? സി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും അല്ലെ. സി ഇ റൈസ് ടു k1x എന്ന് പറഞ്ഞ ടേം സി ഇ റൈസ് ടു k1 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി അല്ലേ. അപ്പൊ എന്താ? സി റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ, വിച്ച് ടെൻസ് ടു 0. അപ്പൊ ഈ ടേം ഓക്കെയാണ്. ഇനി
de raised to minus k1x as x tends to minus infinity, x minus infinity ആവുന്നതോടുകൂടി എന്താവും, ഇത് de raised to minus അതുപോലെ minus infinity എന്താവും, infinity ആവും, which means it is infinity. അതുകൊണ്ട് de raised to minus k1x എന്ന് പറഞ്ഞ ടേം ആ വാലിഡിറ്റിയെ ചോദ്യം ചെയ്യുന്നു, ആ വേവ് ഫംഗ്ഷന്റെ വാലിഡിറ്റിയെ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് it should be removed അല്ലേ. അതുകൊണ്ട് de raised to minus k1x ഉണ്ടാവാൻ പാടില്ല. That means we are left with psi1 equal to c e raised to k1x. ഇതാണ് ആ പാർട്ടിക്കിളിന്റെ റീജിയൻ 1ലുള്ള വേവ് ഫംഗ്ഷൻ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? ക്ലിയർ ആണോ? ഈ ഭാഗം ചെയ്ത് മനസ്സിലായില്ലേ? നമുക്ക് റിയൽ റൂട്ട്സ് കിട്ടി. അപ്പം ഇവിടെ സൊല്യൂഷൻ ഇതാണ്. വൺ ഡയമെൻഷണൽ ബോക്സിൽ അങ്ങനെയല്ലായിരുന്നു അല്ലെ? അവിടെ ഇമാജിനറി റൂട്ട്സ് അപ്പം മാറും. ഇ റൈസ് ടു അൽഫ എക്സ് ഇൻറ്റു എന്നുള്ള ഫോർമാറ്റ് ആവും. ഇത് ഇവിടെ എങ്ങനെയാണ്? ഇനി നമ്മൾ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? വേവ് ഫംഗ്ഷൻ ഷുഡ് ടെൻഡ് ടു 0 അല്ലെ? ഇനി ഇത് മൈനസ് ഇൻഫിനിറ്റി ആയി ഈ ടേം 0 ആവുന്നുണ്ട്, പക്ഷെ ഈ ടേം ഇൻഫിനിറ്റിയിലേക്കാണ് പോകണം. അതുകൊണ്ട് ഈ ടേം പാടില്ല. അതുകൊണ്ട് വി ആർ ലെഫ്റ്റ് വിത്ത് psi1 ഈക്വൽ ടു സി ഇ റൈസ് ടു ഇത് വരും k1x എന്ന് വരും അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? റീജിയൻ 2 കാണണം അല്ലെ? എന്താണ് റീജിയൻ 2? റീജിയൻ 2 അടക്കട്ടെ, നമുക്ക് റീജിയൻ 3 കാണാം. ഓക്കെ, റീജിയൻ 2 നമുക്ക് കാണാം, ഇത് കഴിഞ്ഞിട്ട് കാണാം. ഫോർ റീജിയൻ 3 d square psi 3 by dx square plus 2m by h cross square into e minus v psi 3 equal to 0 എന്നല്ലേ? ഇനി ഈ കേസിലും e less than v ആണ് അല്ലേ? Since e minus v is less than 0, therefore we make the necessary rearrangements. എന്താണ്? d square psi 3 by dx square minus 2m by h cross square into v minus e psi 3 equal to 0 എന്ന് കൊടുക്കാം. നേരത്തെ കൊടുത്ത അതേ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? put k1 square equal to എന്താണ്? ഞാൻ k1 square തന്നെ എടുത്തേ. ശരിക്കും k എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ ഒപ്റ്റിക്സിൽ വേവ് നമ്പർ ഒക്കെ പോലുള്ള സംഭവം. k എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഇവിടെയും ഇവിടെയുള്ള മെറ്റീരിയൽ സെയിം ആണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും k1 ഇവിടെയും k1 എടുത്തത് കേട്ടോ. അപ്പൊ ഞാൻ k1 സ്ക്വയർ ഈക്വൽ ടു 2m by h cross square into v minus e psi 3 എന്നെടുത്തു അല്ലെ? 2m by h cross square into v minus e എടുത്തു, k1 സ്ക്വയറിന് വരും അല്ലെ? ഇനി എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. എന്താ ഡി ബൈ ഡി എക്സ് വരും ക്യാപിറ്റൽ ഡി. അപ്പം ഡി സ്ക്വയർ psi 3 മൈനസ് k1 സ്ക്വയർ psi 3 ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടുക അല്ലേ? അപ്പം ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ into psi 3 equal to 0 എന്നിട്ടും. That means d square minus k1 square equal to 0 എന്നിട്ടും. d square equal to k1 square, d equal to plus or minus k1. അതേപോലെ തന്നെ കിട്ടിയേ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താവും? therefore psi 3 equal to, ഇനി നമുക്ക് നേരത്തെ സി ഡി അല്ലേ ഉപയോഗിച്ചേ, ഇവിടെ ഡി ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് എഫ് നോക്കാം അല്ലെ? f e raised to k1x plus g e raised to minus k1x എന്ന് കൊടുക്കാം അല്ലെ? ജനറൽ സൊല്യൂഷൻ അതല്ലേ? f e raised to k1x plus g e raised to minus k1x എന്ന് കൊടുക്കാം അല്ലെ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം അല്ലെ? ഇതൊരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. നോക്കിയാൽ നമ്മൾ റൈറ്റ് സൈഡ് ആണ് അല്ലെ? റീജിയൻ 3 ആണ്. ഇവിടെ എക്സിന്റെ വേരിയേഷൻ ഇവിടുന്ന് എൽ നിന്ന് എങ്ങോട്ടാ പോണേ? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാ
അല്ലെ? ഇവിടെയാണ് 0. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താണ്? പ്ലസ് ഇൻഫിനിറ്റി ആണ് അല്ലെ? അതുകൊണ്ട് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ഇതിന് 2 ടേം ഉണ്ട് അല്ലെ? എഫ് ഇ റൈസ് ടു k1x എന്താവും? ടെൻസ് ടു എഫ് ഇ റൈസ് ടു ഇൻഫിനിറ്റി, വിച്ച് മീൻസ് ഇറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ? എക്സിന് പകരം ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താല് ഇ റൈസ് ടു k1x എന്താവും? ഇ റൈസ് ടു ഇൻഫിനിറ്റി ആവും, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് അത് അതിൽ പറ്റൂല. ഇനി ഇതോ ജി ഇ റൈസ് ടു മൈനസ് k1x എന്താവും? ടെൻസ് ടു ജി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ടെൻസ് ടു 0. അതുകൊണ്ട് ജി എന്ന് പറഞ്ഞ ടേമേ അതിൽ വാലിഡ് ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ? Therefore we get psi3 equal to ഏതാ വാലിഡ്? ഇത് അല്ലെ? ജി ഇ റൈസ് ടു മൈനസ് k1x എന്ന് കിട്ടും അല്ലെ? ഇപ്പൊ നമുക്ക് psi1 കിട്ടി, psi3 കിട്ടി. റീജിയൻ 1ന്റെയും റീജിയൻ 3യുടെയും വേവ് ഫംഗ്ഷൻ കിട്ടി അല്ലെ? ഇനി നമുക്ക് എന്ത് കാണണം? റീജിയൻ 2ന്റെ വേവ് ഫംഗ്ഷൻ കാണണം അല്ലെ? റീജിയൻ 2ന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.